स्कूल टाइमिലേക്ക് എല്ലാവർക്കും स्वागत। मेरा नाम गीता, मैं चेलेम्ब्रा NNMHS में काम करती हूँ और पिछले जो क्लास में हमने 2 पैराग्राफ पढ़ा है, इसके बाद जो नया पैराग्राफ आज मैंने लेने की तैयारी में आई हूँ और आप लोग अपना पुस्तक लेकर बैठो। അടുത്ത ടെക്സ്റ്റ് നമ്മൾ നോക്കിയിരിക്കുക। കഴിഞ്ഞ ക്ലാസ്സിലെ ആ സ്റ്റേജിലേക്ക് ചാർലിയെ കൊണ്ടെത്തിക്കാൻ വേണ്ടി മാനേജർ അവിടെ ശ്രമിക്കുന്നതാണ്. ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ കാണികളായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് എന്താണ് ചെയ്യുക എന്നറിയാതെ വാദവിവാദങ്ങളും തർക്കങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. എന്ത് ചെയ്യും എന്ന് അമ്മയും വിചാരിക്കുന്നു, കാരണം 5 വയസ്സായ മോനാണ്. അപ്പം അടുത്തത് എന്താണ് അവിടെ നടക്കുന്നത് നോക്കി നോക്കാം. നോക്കൂ, ബഹുത്ത് മുബാഹിസ് കെ ബാദ്, മുബാഹിസ കെ ബാദ്. നോക്കൂ, ബഹുത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട്, മുബാഹിസ കെ ബാദ് വാ अंततः चार्ली को स्टेज पर ले गया और बचाव के कुछ शब्द कह उसे अकेला छोड़ आया। धुआं के उड़ते हुए छल्लों के बीच चार्ली ने मशहूर गीत जैक जॉन्स गाना शुरू किया। कुछ देर तक ऑर्केस्ट्रा वाले उसकी आवाज में उस गाने की धुन तलाशते रहे और वह जैसे ही मिली गाना सचने लगा। ടെക്സ്റ്റ് നോക്കിയിരിക്കുക. ബഹുത്ത് മുബാഹിസ കെ ബാദ് വെച്ചാൽ ഒരുപാട്, മുബാഹിസ എന്ന് പറഞ്ഞാൽ തർക്കങ്ങൾ അവിടെ ഉണ്ടാവുകയാണ്. എന്ത് ചെയ്യും, മോനെ വിടണോ വേണ്ടയോ അങ്ങനെ ചോദിച്ച് മാനേജർ പറ്റില്ല, മകനെ വിട്ടേ പറ്റൂ, അപ്പം 5 വയസ്സല്ലേ ആയിട്ടുള്ളൂ, അങ്ങനെയുള്ള അവസെ മുബാഹിസ കെത്തെ ഹെ. ഉസ്കെ ബാദ് അതിനുശേഷം വ അന്തതഹ ചാർലിക്കോ സ്റ്റേജ് പർ ലേ ഗയ. അവസാനം മാനേജർ ചാർലിയെയും കൊണ്ട് സ്റ്റേജിലേക്ക് പോയുള്ളൂ. और बचाव के कुछ शब्द वह उसे अकेला छोड़ाया. അങ്ങനെ കുറച്ച് ശബ്ദങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു. അമ്മയും കൂടെ പോയി. എന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടി മോനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞ മെല്ലെ അവനെ അവിടെ അകേല ചോടായ, അവൻ ഒറ്റയ്ക്ക് വിട്ടിട്ട് അമ്മ അങ്ങനെ തിരിച്ചവിടുന്ന് പോരുന്നതാണ്. ദുവാൻ കെ ഉടുത്തേ ഹുയെ ചല്ലോം കെ ബീച്ച്. ദുവാൻ ക്യാ ഹെ? അവിടെ അങ്ങനെ സ്റ്റേജിൽ പ്രോഗ്രാം നടക്കുമ്പോൾ ഒരുപാട് പുകപടലങ്ങളൊക്കെ അങ്ങനെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുമല്ലോ. उसके बीच चार्ली ने मशहूर गीत जैक ജോൺസ് ഗാന शुरू किया എന്ന് വെച്ചു പ്രസിദ്ധമായിട്ടുള്ള പാട്ട്. അവൻ പെട്ടെന്ന് തന്നെ അവിടെ പോയിട്ട് അങ്ങോട്ട് ഒറ്റയടിക്ക് തുടങ്ങുകയാണ്. ആരും വിചാരിക്കുന്നില്ല छोटा सा बच्चा है, केवल 5 साल का बच्चा है, वो ऐसा करेगी किसी की माँ की याद में ही नहीं. वो अद्भुत से हैरान हो गई, അത്ഭുതപ്പെട്ടു പോയി അമ്മ. കുച്ച് ദേർ തക് ഓർക്കസ്ട്ര വാലെ അപ്പോൾ അവിടെ വലിയ സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ ഓർക്കസ്ട്രയിൽ ഒരുപാട് ആളുകൾ അങ്ങനെ നിൽക്കുന്നുണ്ട് റെഡി ആയിട്ട്. എന്താണ് അവർ ഈ കുട്ടി പാടാൻ പോകുന്നതെന്നൊന്നും പറഞ്ഞിട്ടില്ല, കാരണം 5 വയസ്സല്ലേ ആയുള്ളൂ. അപ്പോൾ അവരും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കണം. ഓർക്കസ്ട്ര വാലെ ഉസ്കി ആവാസ് മേം ഉസ് ഗാനെ കി ധുൻ തലാശ്തേ രഹെ. അപ്പോൾ അവൻ ഏത് പാട്ടാണോ പാടുന്നത് അതിനനുസരിച്ച് ഈണ ഇടാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഏതാണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. കുറച്ചു നേരം അങ്ങനെ കഴിഞ്ഞ് 2 വരികളൊക്കെ കഴിഞ്ഞപ്പോൾ ഓർ വ ജൈസേ ഹി മിലി, പെട്ടെന്ന് തന്നെ അവർക്ക് മനസ്സിലായി ഇവൻ ഈ പാട്ടാണ് പാടുന്നതെന്ന്. ഗാന സച്ചിനയിലേക്ക. അപ്പം ആ പാട്ടിനനുസരിച്ച് എന്തൊക്കെയാണ് വേണ്ടത് അവിടെ എല്ലാം റെഡിയാക്കി കുട്ടി പാട്ടിലേക്ക് സ്റ്റേജിൽ നിന്ന് പാടാൻ തുടങ്ങി എന്നുള്ളതാണ് ആ പാരഗ്രാഫിൽ. അപ്പം എല്ലാവരും തന്നെ നോക്കിയിരിക്കുക. നമുക്ക് ആ പാരഗ്രാഫിൽ ഒരു ചോദ്യം കൂടെ വരുന്നുണ്ട്. നോക്കൂ, 5 साल का ചാർലി സ്റ്റേജ് पर अकेला था. 5 വയസ്സുള്ള ചാർലി സ്റ്റേജിൽ ഒറ്റയ്ക്കായിരുന്നു. ഉസ് സമയം ചാർലിനെ ക്യാ സോച്ചാ ഹോഗ. ആ സമയത്ത് ചാർലി എന്തായിരിക്കാം ചിന്തിച്ചിട്ടുണ്ടാവാം? നിങ്ങളൊന്ന് ആലോചിക്കുക. നമുക്കതിൻ്റെ ആൻസറും ഇപ്പം തന്നെ എഴുതാം. എല്ലാവരും നോട്ട്ബുക്ക് എടുക്കുക, അതിൽ ഈ ക്വസ്റ്റിൻ്റെ ആൻസറും കൂടെ ഒന്ന് എഴുതാം. നോക്കൂ, 5 साल का चार्ली स्टेज पर अकेला था. उस समय चार्ली ने क्या सोचा होगा? എന്തായിരിക്കും ആ കുട്ടി ആ മനസ്സിലുണ്ടാവുക? കാരണം സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് ഇരിക്കുന്നതാണ് കുട്ടി കാണുന്നത്. നോക്കൂ ആൻസർ. ഉസ്നെ സോച്ചാ ഹോഗ കി മുझे क्यों സ്റ്റേജ് पर भेजा है, क्यों സ്റ്റേജ് पर मुझे भेजा है എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. എന്തിനായിരിക്കും എന്നെ സ്റ്റേജിലേക്ക് ഇപ്പോൾ തള്ളിവിട്ടത്? ലോഗ് ക്യോ ചില്ലാ രഹേ ഹെ. ഈ ആളുകളെല്ലാം കൂടെ ബഹളം വെക്കുന്നത് എന്തിനായിരിക്കും? ക്യാ പഹലെ മേ ഗാവും യാ അഭിനയ് കരൂ. ഞാൻ ആദ്യം പാട്ട് പാടണോ അതോ
അഭിനയിക്കണോ, അഭിനയം എന്ന് പറഞ്ഞാൽ ഒരാൾ പാടുന്നത് പോലെ ആ കുട്ടി എന്ത് ചെയ്യും, മിമിക്രി ഒക്കെ ആയിട്ട് തന്നെ അപ്പം തന്നെ കാണിക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു എന്നാണ് പറയുന്നത്. മുജേ തോ നക്കൽ കർണ ആത്താ ഹെ. നക്കൽ കർണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ പറയുന്ന അതുപോലെ തന്നെ അനുകരിക്കുക. അപ്പം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അനുകരിച്ച് പറയാലോ. ക്യാ മേ വഹി കരൂ. അപ്പം ഞാൻ അത് ചെയ്താലോ. ഇസ് പ്രകാർ കൈ ചിന്തായെ ഉസ്കെ മന്മേ ആയി ഹോ. അങ്ങനെ ഒരുപാട് ചിന്തകൾ കുട്ടിയുടെ മനസ്സിലേക്ക് എത്തിയിട്ടുണ്ടാവാം എന്നാണ് ഇവിടെ ഗീത ചതുർവേദി എന്ന് പറയുന്ന ലേഖകൻ നമ്മളോട് പറയുന്നത്. എല്ലാവരും ഇതൊന്ന് എഴുതിയെടുക്കാം. ഓക്കെ, അടുത്തത് നമ്മൾ ബാക്കി ടീച്ചർ എടുക്കുന്ന ഗാന അഭി ആദാ ഹി ഹുവാത്ത. അപ്പം ഈ കുട്ടി പാടി ആദാ എന്ന് പറഞ്ഞ പകുതി, ഏകദേശം പകുതി ആയിട്ടുണ്ട്. ഈ സ്റ്റേജ് പർ പൈസോം കി ബേച്ചോർ ശുരു ഹോ ഗയി. പാടി തുടങ്ങി ഏകദേശം ഒരു കുറച്ച് പകുതി ആയപ്പോഴത്തേക്കും തന്നെ സ്റ്റേജിലേക്ക് പൈസ എന്ന് പറഞ്ഞാൽ ആളുകൾ വളരെ ഇഷ്ടമായി കുട്ടി പാട്ട് പാടുന്നത് കണ്ടിട്ട് പൈസ അങ്ങനെ എറിയാൻ തുടങ്ങി എന്നാണ് പറഞ്ഞത്. ബേച്ചോർ ശുരു ഹോ ഗയി. ബേച്ചോർന എന്ന് പറഞ്ഞാൽ കുന്നുകൂടുക. ചാർലിനെ ഗാന റോക്ക് ദിയ. ചാർലി എന്ത് ചെയ്തു, പാട്ടൊക്കെ അവിടെ നിർത്തി. ആർ ഘോഷണാക്കി പെഹലെ മേ പൈസേ ബട്ടോരുക. പാട്ട് പാടുന്ന കുട്ടി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പാട്ടൊക്കെ നിർത്തിയിട്ട് ഘോഷണാക്കി, എന്താ ഉറപ്പിച്ചത്തിൽ പറയുന്നു, പെഹലെ മേ പൈസേ ബട്ടോരുക. ഞാൻ ആദ്യം പൈസ എല്ലാം കൂടെ ഒന്ന് കൂട്ടി വെക്കട്ടെ. ഉസ്കെ ബാദ് ഹി ഗാവുക. അതിനുശേഷം നിങ്ങൾക്ക് പാടിത്തരാം എന്നവൻ പറയുന്നു. ഇസ് ബാത്തിനെ ഹോൾ കോ ഹസ്സി ഗർമേ തബ്ദീൽ കർ ദിയ. അത് കേട്ട ഉടനെ ആ ഹാളിലുള്ള എല്ലാവരും കൂടെ ഉച്ചത്തിൽ ചിരിക്കുന്നു. ഹസ്സിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ചിരി റൂം ആയി മാറി എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ എല്ലാവരും കൂടെ ഒരുമിച്ച് ചിരിച്ചപ്പോൾ അതൊരു വലിയൊരു മാറ്റമായിട്ട് അവിടെ മാറി. കാരണം ഒരു നിഷ്കളങ്കമായിട്ടുള്ളൊരു സംസാരം, 5 വയസ്സല്ലേ ആയിട്ടുള്ളൂ ആ കുട്ടി അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി തന്നെ ഒരുമിച്ച് ചിരിക്കുന്നു. കാരണം അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഉസ്കി പരിവാറമേ ഗരീബി പരിവാർ ഹെ. ടീച്ചർ അതേ പറഞ്ഞു, പാവപ്പെട്ട ഒരു കുടുംബമാണ്. അപ്പോൾ ഈ പൈസ കണ്ടപ്പോൾ കുട്ടി അമ്മയ്ക്ക് കൊടുക്കാലോ എന്നുള്ള ഒരു നിഷ്കളങ്കമായിട്ടുള്ളൊരു ചിന്തയിൽ നിന്നായിരിക്കും പറയുന്നത്. ഞാനിത് കഴിഞ്ഞതിന് ശേഷം ആ പൈസ എടുത്തതിന് ശേഷം നമുക്ക് ബാക്കി പാടാം, നിങ്ങൾക്ക് കേൾക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം തന്നെ പറയുന്നതും. അതുപോലെ എല്ലാവരും ഹസ്സി ഗർമേ തബ്ദീൽ കർദി, എല്ലാവരും ചിരിക്കുന്നു ആ ഒരു നിമിഷം. അടുത്തത് ഇസ് ബാത്തിനെ ഓൾക്കോ ഹസ്സി ഗർമേ തബ്ദീൽ കർദിയ തബ് തബ് തക് മാനേജറിനെ ഏക്ക് റുമാൽ ലേക്കർ ആയ. ആ സമയത്തേക്ക് എന്ത് ചെയ്തു, മാനേജർ അപ്പം അത് കേൾക്കുന്നുണ്ട്, കുട്ടി പാടുന്നതും ആളുകൾ എല്ലാവരും സന്തോഷിക്കുന്നതും. അപ്പം മാനേജർ വിചാരിച്ചു ഞാൻ തന്നെ ഒരു റുമാൽ ക്യാ ഹെ ടവൽ, അപ്പോൾ ഒരു തുവാല എടുത്തുകൊണ്ട് ലേക്കർ ആയ. അയാൾ അധികം വേഗം തന്നെ ടവലൊക്കെ എടുത്ത് അവിടേക്ക് എത്തുന്നു. ആ പൈസയെ ബട്ടോറിനയിലേക്ക് പൈസയൊക്കെ കൂട്ടി എന്ത് ചെയ്യുന്നു, ഈ ടവലിലേക്ക് വെക്കാൻ തുടങ്ങി. ചാർലിക്കോ ലഗാ कि मैनेजर खुद पैसे रख लेना चाहता है. അപ്പം ചാർലിക്ക് തോന്നി മാനേജർ ഈ പൈസ മുഴുവൻ അയാൾ സ്വന്തമായിട്ട് എടുത്തു വെക്കുന്നതാണ് തോന്നുന്നത്. ഗുദ് പറഞ്ഞാൽ സ്വയം, രഗ്ലേന എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വെക്കുക എന്നായിരുന്നു. അപ്പോൾ കുട്ടിക്ക് അപ്പോഴും ടെൻഷനായി. കാരണം ഈ പൈസ അമ്മയുടെ കയ്യിൽ പൈസ ഇല്ലാത്തതാണ്, അപ്പോൾ എനിക്ക് പാടി കിട്ടിയ പൈസയാണല്ലോ മാനേജർ കൊണ്ടുപോകും എന്നൊക്കെ. ചോട്ടാസ ബച്ച ഹെന ഉസ്കെ മന്മേ അനേക ചിന്തായെ, അങ്ങനെയുള്ള ചിന്തകളൊക്കെ വന്നു. ഉസ്നെ ഏ ബാത്ത് ശിക്കായത്തി ലഹജേമേ ദർശകോൻ സേ കഹ്ദി. അത് മാത്രമല്ല കുട്ടി എന്ത് ചെയ്യുന്നു, ശിക്കായത്ത് എന്ന് പറഞ്ഞാൽ പരാതി. അപ്പം അവിടെ ആകെ പരാതി പറയാനുള്ളത് ഓഡിയൻസാണ്, അത് കേട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അപ്പൊ അവരോട് പറഞ്ഞു, ദർശകോൻ സേ കഹ്ദി, കാണികളോടായിട്ട് പറഞ്ഞു, ഹസി തബ് ഓർ ബഡ് ഗയി. അപ്പൊ അവർ ചിരി എന്ത് ചെയ്യും, ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ ചിരിച്ചും കൊണ്ടാണ് ഇരിക്കുന്നത്. ഈ കുട്ടി ഇങ്ങനെ പറയുന്നതൊക്കെ കേട്ടിട്ട് അതിൻ്റെ ഇടയിൽ കുട്ടി പറഞ്ഞു, ഈ പൈസ മുഴുവൻ മാനേജർ കൊണ്ടുപോകുമല്ലോ എന്നും കൂടെ പറഞ്ഞപ്പോൾ ചിരി ഹസി ഓർ ബഡ് ഗയി. അപ്പൊ ചിരി ഒന്നുകൂടെ ഉച്ചത്തിലായി. और जब रुमाल की पोटली में पैसे बांध बैक स्टेज की ओर जाते मैनेजर के पीछे चार्ली व्याकुलता से लग गया. അങ്ങനെ ചാർലി എന്ത് ചെയ്തു എന്നാ പറയുന്നത്, റുമാൽ കി പോട്ടലി മേ പൈസേ, അങ്ങനെ ഈ ടവലിൽ പൊതിഞ്ഞു വെച്ച പൈസ എടുക്കാനായിട്ട് മാനേജർ എടുത്തുകൊണ്ട് ഉസ്കെ പീछे വ്യാകുലതാ സേ ലഗ് ഗയാ. വ്യാകുലത ക്യാ ഹെ, ആകുലത. അങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ട് കുട്ടി എന്ത് ചെയ്യുന്നു, ഈ പൈസ എടുത്തുകൊണ്ട് പിന്നാലെ മാനേജറെ കൂടെ തന്നെ പോവുക. ഇയാളത് വീട്ടിൽ കൊണ്ടുപോവോ അമ്മയ്ക്ക് കൊടുക്കുവോ എന്താണെന്നറിയാൻ വേണ്ടി ആകുലതയിൽ പോന്നു. തബ് തക് മാനേജറിനെ വ പോട്ടലി മാം കെ ഹവാലെ നഹി കി
വ നഹി ലൗട്ട. ആ പൊതിഞ്ഞുകൊണ്ടുപോയ പൈസ കുട്ടി എന്ത് ചെയ്തു? മാനേജർക്ക് കൊടുക്കുന്നത് വരെ കുട്ടി അയാളുടെ കൂടെ തന്നെ അവിടെ നിന്നു. അപ്പോൾ ഈ സ്റ്റേജിലുള്ളവർ ആകാംക്ഷയിൽ നിൽക്കുന്നുണ്ട്, കുട്ടി ഇപ്പോൾ തിരിച്ചു വരും, പൈസ കൊടുക്കുന്നതോ നോക്കാൻ വേണ്ടിയാണ് പോയിക്കുന്നത് എന്നൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവരും മിണ്ടാതെ സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അപ്പോൾ ഈ സ്റ്റേജിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മളെല്ലാവരും തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും. 5 വയസ്സായൊരു കുട്ടിയാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ അതിൽ നമുക്കൊരു ചോദ്യം വരുന്നുണ്ട്, നോക്കൂ. ഇസ് ബാത്തിനെ ഹാൾ കോ ഹസി ഗർമേ തബ്ദീൽ കർ ദിയ ക്യോ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങളെല്ലാവരും തന്നെ അതൊന്ന് നോക്കി നോക്കുക, എന്നിട്ട് അതിൻ്റെ ആൻസർ ഇപ്പോൾ പറഞ്ഞുതരാം. അടുത്തത് അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ആൻസർ ടീച്ചർ ഇവിടെ പറയാം. ചാർലി പെഹലി ബാർ സ്റ്റേജ് पर आया, उसने वहाँ जैक जॉन्स का प्रसिद्ध गीत वहाँ गाया. जब गाना आधा हुआ तब स्टेज पर पैसों की बेचो शुरू हो गई. वह दे देकर चार्ली ने घोषणा की वह पहले पैसे बटोरेगा फिर गाएगा. അപ്പോൾ അവിടെ പറയുന്നത് ഈ പൈസ ഞാൻ ആദ്യം എന്ത് ചെയ്യാം, എടുക്കട്ടെ, അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, പാട്ട് പാടുന്നത്. ഏ ബാത്ത് സുൻകർ സബ് ഹസ്നേ ലഗെ. ഹസ്നേ ലഗെ എന്ന് പറഞ്ഞാൽ ചിരിക്കാൻ തുടങ്ങി. ലഗ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരംഭക്രിയയാണ്. നമ്മൾ ടീച്ചർ അതിപ്പോൾ പറഞ്ഞു തരാം. ഓർ ഹാൾ ഹസി ഗർമേ തബ്ദീൽ ഹോ ഗയ. അങ്ങനെ ചിരി വീടായിട്ട് ആ വലിയൊരു ഓഡിറ്റോറിയം എല്ലാവരും തന്നെ ചിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക്, എന്ന് വെച്ചാൽ അമ്മ പിന്നെ പാട്ട് നിർത്തിയ അമ്മയുടെ സ്വരം പോയപ്പോൾ കളിയാക്കി ചിരിച്ച എല്ലാ ആളുകളും വളരെ നിശബ്ദമായിട്ട് കുട്ടിയുടെ നിഷ്കളങ്കമായിട്ടുള്ള സംസാരവും പാട്ടും ഒക്കെ കേട്ടങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ പറയുന്നതിനൊക്കെ തന്നെ അവർ ചിരിച്ചുകൊണ്ട് പൈസയൊക്കെ സ്റ്റേജിലേക്ക് ഒരുപാട് വന്ന് കുമിഞ്ഞു കൂടുന്നു. കാരണം ആ നിഷ്കളങ്കമായിട്ടുള്ള കുട്ടിക്കുള്ള പ്രോത്സാഹനമായിട്ടാണ് പറയുന്നത്. ആദ്യത്തെ ഷോയാണത്, ചാർലി ചാപ്ലിൻ്റെ ആദ്യത്തെ ഷോ. അപ്പോൾ അദ്ദേഹത്തിന് ഏകദേശം ഒരുപാട് കാലം അങ്ങനെ സ്റ്റേജിൽ നല്ല നല്ല പ്രോഗ്രാംസൊക്കെ ചെയ്ത് അതിലൂടെ തന്നെ ജീവിച്ച ചാർലിയുടെ ആദ്യത്തെ ഷോയാണ്. അതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ലെഗ് എന്നുള്ള ആരംഭ സൂചകമായിട്ടുള്ള ആ ക്രിയയെക്കുറിച്ച് ടീച്ചർ ഇപ്പോൾ ഇവിടെ പറഞ്ഞു തരാം. പടേ രേഖാങ്കിത ശബ്ദവും പെർ ധ്യാൻ ദേ. രേഖാങ്കിതം എന്ന് പറഞ്ഞാൽ അടിവരയിട്ട വാക്കുകളൊന്ന് ശ്രദ്ധിക്കൂ. और पहचाने इन शब्द रूपों में समानता कहाँ है. അപ്പം നിങ്ങൾ തിരിച്ചറിയണം എങ്ങനെയാണ് ഇതിലെന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ലോഗ് ചില്ലാനെ ലഗി. ആളുകൾ ബഹളം വയ്ക്കാൻ ലഗ്ന തുടങ്ങി. അപ്പം നമ്മളിവിടെ ക്ലാസ് തുടങ്ങി. ടീച്ചറിനെ ക്ലാസ് ലേനെ ലഖ. ടീച്ചർ ക്ലാസ് എടുക്കാൻ തുടങ്ങി. നിങ്ങൾ എഴുതുകയാണെങ്കിൽ ആപ്പ് പുസ്തികാമേ ലിഖ്നെ ലഖ, പാഠപുസ്തകമേ देखने लिखा. അടുത്തത് നോക്കി നോക്കൂ. കഹീൻ സേ കുച്ച് ലോഗ് മ്യാവു മ്യാവു കി ആവാസ് നിക്കാൽനെ ലഗി. അവിടെ കുറേ ആളുകൾ മ്യാവു മ്യാവു എന്ന് പറയുന്ന സ്വരം നിക്കാൽനെ ലഗി. അപ്പോൾ കുറേ ആളുകളായതുകൊണ്ട് ലഗേ എന്നാണ് അവിടെ വരുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഒരു കുട്ടി, ഒരു പെൺകുട്ടി മാത്രം ലടുക്കി, ലടുക്കി ഗാനേ ലഗി എന്നാണ് വരിക. ലടുക്കിയാം എന്നാണെങ്കിൽ ഗാനേ ലഗീം എന്ന് വരും. ആ ലഗി എന്നുള്ളതിനൊരു കുത്തൊക്കെ ഇട്ട് കൊടുക്കുക. അതാണ് ബഹുവചനത്തിൽ വരുന്നത്. ലടുക്ക എന്നാണെങ്കിൽ ഗാനേ ലഗ, പാട്ടുപാടാൻ തുടങ്ങി. കുറേ കുട്ടികളാണെങ്കിലോ ലടുക്കേ ഗാനേ ലഗേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലഗ് എന്നുള്ള ക്രിയ നമ്മുടെ കർത്താവിനനുസരിച്ച് തന്നെ മാറ്റങ്ങൾ അതിൽ വരുന്നു. വ അടുത്തത് വ ഉസേ സ്റ്റേജ് പർ ബേജിനേക്ക് സിദ്ധ് കർണേ ലഗ. സ്റ്റേജ് പർ വഹ് ഉസേ എന്നാണ് പറയുന്നത്. ആരെയാണ്? സ്റ്റേജ് പർ ബേജിനേക്ക് സിദ്ധ് കർണേ ലഗ. ഇവിടെ ചാർലിയെ സ്റ്റേജിലേക്ക് പറഞ്ഞയക്കാൻ നിർബന്ധിക്കാൻ തുടങ്ങി. അവൻ ഒരാളല്ലേ ഉള്ളൂ, ചാർലി മാത്രം. അതുകൊണ്ട് അവിടെ അവസാനിക്കുന്നത് ലഗ എന്നുള്ളതാണ്. അപ്പം ലഗ് എന്നുള്ളത് ആരംഭത്തെ സൂചിപ്പിക്കുന്നു, നിർബന്ധിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അവിടെ. അപ്പം തുടക്കം. നമ്മൾ ഉറങ്ങാൻ രാത്രി പോവുകയാണെങ്കിൽ സോനേ ലഗ, ഞാൻ ഉറങ്ങാൻ തുടങ്ങുകയാണ് എന്ന് പറയില്ലേ, അങ്ങനെ പറയും. ഞാൻ എഴുതാൻ തുടങ്ങുന്നു, മേൻ ലിഖ്നെ ലഗ, എഴുതാൻ തുടങ്ങി. പഠ്നെ ലഗ, വായിക്കാൻ തുടങ്ങി. ഓർ ബോൽനെ ലഗ, പറയാൻ തുടങ്ങി. മാനേജർ ഏക് റുമാൽ ലേക്കർ ആയ और पैसे बटोरने लगे. മാനേജർ ഒരു ടവലൊക്കെ എടുത്തു വന്നു. ഓർ പൈസേ ബട്ടോർനെ ലഗെ, പൈസ കൂട്ടി കൂട്ടി വെക്കാൻ തുടങ്ങി. അപ്പം അത് അവസാനിച്ചിട്ടില്ല, കാര്യം നടന്നുകൊണ്ടേയിരിക്കുന്നു. വർത്തമാന കാലത്തിൽ തുടങ്ങുന്നതിനെയാണ് നമ്മൾ അതിനെന്ത് പറയുന്നത്, ലഗ് എന്നുള്ള ക്രിയ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത പാരഗ്രാഫിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്.
അപ്പോൾ എടുത്ത അത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുന്നു. ടെക്സ്റ്റ് നല്ലോണം വായിക്കുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു പാഠമാണ്. അതുപോലെ തന്നെ പ്രസിദ്ധനായിട്ടുള്ള ഒരു ഹാസ്യ കലാകാരൻ്റെ ജീവചരിത്രവുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അത് ടെക്സ്റ്റ് നോക്കിയിരിക്കുക. ചാർലിനെ ജനതാമേ ഗുദ്ഗുദി ഫൈലാദി. ഗുദ്ഗുദി ഫൈലാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുദ്ഗുദി എന്ന് പറയുന്നത് തമാശ എന്നുള്ളതാണ് പറയുന്നത്. എല്ലാ ആളുകളിലും ഒരു തമാശ, ആകെ എല്ലാവരും കൂടെ സന്തോഷം തമാശയൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു ചുറ്റുപാട് അവിടെ ഉണ്ടായി. ഫൈലാദി വ്യാപിക്കുക നൃത്തം. അവിടെ ഒന്നാമത് മ്യൂസിക് നടക്കുന്നുണ്ട്. ഇവൻ തമാശയായിട്ട് നിഷ്കളങ്കമായിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നു. ഉസേ ഹം ഗുദ്ഗുദി കേത്തെ ഹെ. ഉസ്കെ ബാദ് ഉസ്നെ ദർശകോൻ സെ ബാത്ചീത് കി. അതിനുശേഷം കാണികളോടായിട്ട് അവൻ സംസാരിക്കുന്നു. എന്തൊക്കെയാണ് സംസാരിക്കുന്നത് നോക്കൂ. ഓരോ ആളുകളെയും അവൻ അനുകരിക്കുന്നതാണ്. നൃത്യക്കിയ, നൃത്യ കർണാക്കിയ ഹെ, ഡാൻസ് ചെയ്യുന്നു. और अपनी मां സഹിത് കൈ ഗായകോം കി നക്കൽ ഉത്താരി. അമ്മയുൾപ്പെടെ, അമ്മ ഇപ്പം അവിടെ നിന്ന് പാട്ട് പാടുന്ന സമയത്ത് അമ്മയുടെ സൗണ്ട് നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ പറഞ്ഞു. ആ സൗണ്ട് നഷ്ടപ്പെടുമ്പോൾ ഒരു പിറുപിറുക്കലായിട്ട് ഇങ്ങനെ സംസാരം മാറി. അതുപോലെ ആ കുട്ടി അവിടെ എന്ത് ചെയ്തു, വീണ്ടും തന്നെ ആ സ്റ്റേജിൽ ആ കാണികൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. എന്നുവെച്ചാൽ അത്രയും നല്ലൊരു കലാകാരനാണ് ഈ 5 വയസ്സിൽ തന്നെ എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഓർ ഉസ്കെ കൈ മാം സഹിത് കൈ ഗായകോം കി നക്കൽ ഉദാരി. അമ്മ ഉൾപ്പെടെ പല പാട്ടുകാരുടെയും അനുകരണം അവിടെ നടത്തി. और मासूमियत में उसने थोड़ी देर പഹലെ പട്ടി മാം കി ആവാസ്. മസൂമിയത്ത് പറഞ്ഞ നിഷ്കളങ്കമായിട്ട്, നിഷ്കളങ്കതയാണ് ആ കുട്ടിയുടെ. അമ്മയ്ക്ക് പിന്നെ സൗണ്ട് പോയിട്ട് വിഷമായി എന്നുള്ളതൊന്നും ചിന്തിക്കാനുള്ളൊരു പ്രായം ആയിട്ടില്ല. ഇസ്ലിയെ വോ നിഷ്കളങ്ക് ഹെ ഉസ്കെ മൻമേ ജോ ബോലാപ്പൻ, പിന്നെ കുട്ടിത്തം എന്നാണ് അവിടെ പറയുന്നത്. ഉസ്നെ തോടി ദേർ പഹലെ ഫട്ടി. കുറച്ച് മുമ്പ് പിന്നെ ഇല്ലാതെയായ അമ്മയുടെ സൗണ്ട് പോലും ഉസ്കെ ഫുസ്ഫുസാനെ കി ബി നക്കൽ ഉത്താർത്തി. ആ പിറുപിറുക്കൽ പോലും കുട്ടി അവിടെ പറഞ്ഞു. ലോകോമേ ടഹാക്കോം കി ഹിസ്സേദാരി ഹുയി. ആളുകൾ അട്ടഹസിക്കാൻ തുടങ്ങി. അട്ടഹസിക്കുക എന്ന് പറഞ്ഞാൽ ആ ചെറിയ സ്വരത്തിൽ നിന്ന് തന്നെ വലിയ രീതിയിലേക്ക് അവർ അത് വലിയൊരു ഉത്സവമാക്കി മാറ്റുകയാണ്. ആ സ്റ്റേജ് പർ ജംകർ പൈസേ ബരസേ. അങ്ങനെ സ്റ്റേജിലേക്ക് പൈസ ജംന എന്ന് പറഞ്ഞാൽ കൂടിക്കിടക്കുക. കോയിൻസൊക്കെ അങ്ങനെ എറിയുമ്പോൾ അതിങ്ങനെ കൂടി വന്നു എന്നാണ് അവിടെ പറയുന്നത്. അന്തമേ മാം ജബ് ഉസേ ലേനയായി. അങ്ങനെ അവസാനം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അമ്മ കുട്ടിയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വരണം. സ്റ്റേജിൽ അത്രയും നേരം പാട്ടൊക്കെ പാടി അതുപോലെ തന്നെ ഓരോരുത്തരെ അനുകരിച്ച് മിമിക്രിയൊക്കെ കാണിച്ച് കുട്ടിയെ എടുക്കാൻ വേണ്ടി അമ്മ വരികയാണ്. കാരണം എടുത്തു കൊണ്ടുപോകണം, ചെറിയ കുട്ടിയാണല്ലോ, അത്രയല്ലേ ആയിട്ടുള്ളൂ. ആർ ലേനയായി തോ ദർശകോനെ ദേർത്ത ഘടേ ഹോക്കർ താലിയാം ബച്ചായി. അപ്പം എല്ലാ കാണികളും എഴുന്നേറ്റ് നിന്നു എന്നാണ് പറയുന്നത്. എഴുന്നേറ്റ് നിന്നിട്ട് താലിയാം ബച്ചായി, താലിയാം ബച്ചാന എന്ന് പറഞ്ഞാൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. കൈ ലോകോനെ മാംസേ ഹാത്ത് മിലാക്കർ. കുറേ ആളുകൾ എഴുന്നേറ്റ് വന്ന് മാംസേ ഹാത്ത് മിലാന, അമ്മയ്ക്ക് കൈ കൊടുത്തു. എന്താ കൈ കൊടുക്കാൻ കാരണം എന്നാ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കുട്ടി ചെറിയ കുട്ടിയാണെങ്കിൽ ഇത്രയും മിടുക്കാനാണല്ലോ. അപ്പം അമ്മയ്ക്കും അവിടെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് എല്ലാവരും. और हाथ मिलाकर उसके छोटे बच्चे की तारीफ की. അങ്ങനെ ചെറിയ കുട്ടിയെ എന്ത് ചെയ്യുന്നു, കുട്ടിക്ക് വേണ്ടിയിട്ട് അമ്മയ്ക്ക് പിന്നെ ഷേക്ക് ഹാൻഡ് ഒക്കെ കൊടുത്ത് നന്നായിട്ടുണ്ട് മോൻ, നല്ല കുട്ടിയാണ്, നല്ല ഇതായിട്ട് വരും എന്നൊക്കെയുള്ള ഒരു ആശംസ. ചാർലി സ്റ്റേജ് പർ പെഹലി ബാർ ആയ. അങ്ങനെ ചാർലി സ്റ്റേജിലേക്ക് പെഹലി ബാർ ആദ്യമായിട്ടാണ് വരുന്നത്. മാം ആഗിരി ബാർ. അമ്മയോ, അമ്മ അവസാനമായിട്ട്. ആഗിരി ബാർ എന്ന് പറഞ്ഞാൽ അവസാനമായിട്ട് എന്ന് വെച്ചാൽ പിന്നീട് അമ്മയ്ക്ക് സ്റ്റേജിലേക്ക് വരേണ്ടതായിട്ട് വന്നിട്ടില്ല. ഈ കുട്ടി ആ കുടുംബത്തെ കൊണ്ടു നടന്നു എന്നുള്ളതാണ് ഈ കഥയിൽ നിന്നും മനസ്സിലാക്കുന്നത്. ജീവചരിത്രത്തിലെ നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റേജ് ഷോ ആണ് നടക്കുന്നത് 5 വയസ്സിൽ. അതിനുശേഷം ഹെന്ന ചാപ്ലിൻ എന്നാണ് പറയുന്നത്. ഹെന്ന എന്ന് പറയുന്ന അദ്ദേഹത്തിന് പ്രസിദ്ധയായ പാട്ടുകാരിക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. മക്കൾ തന്നെ കുടുംബത്തെ ദാരിദ്ര്യത്തിൽ നിന്നും, ഗരീബി സേ ബച്ചനെ കാ ജോ പ്രയാസ് ചോട്ടാ സാ ബച്ച 5 സാൽ കാ ചാർലിനെ കിയ. അതാണ് അവിടെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അതിലെ വർക്കുകളിലേക്ക് നമുക്ക് അടുത്തതായിട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ്സിലെ വർക്കുകൾക്ക് മുമ്പായിട്ട് ഒരു 2 വരിയും കൂടെ അതിലുണ്ട്, അത് നോക്കിയിരിക്കുക. ദുനിയാ കാ സബ്സേ ബഡേ ഷോമാൻ കായ പെഹല ഷോത്ത. അപ്പോൾ പറഞ്ഞത് തന്നെയാണ്, നമ്മൾ ഈ ലോകത്തെ ദുനിയ പറഞ്ഞ ഹാസ്യ കലാകാർ കെ രൂപ മേ വിഖ്യാത് ഹെ, പ്രസിദ്ധ ഹെ എന്നൊക്കെ പറഞ്ഞു. ദുനിയ കെ സബ്സെ ബഡാ ഷോമാൻ ഹെ, ഉൻകി പെഹല ഷോത്ത ഉസ്നെ ജന്മ ലേ ലിയ. അവിടെ ജന്മമെടുത്തു എന്നുള്ളതാണ് പറയുന്നത്.
ജന്മലേലിയ എന്ന് പറഞ്ഞാൽ അന്ന് ആ കുട്ടി 5 വയസ്സിൽ സ്റ്റേജിൽ കയറിയ കുട്ടിക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എന്നും തന്നെ ഒരു പരിപാടി അല്ലെങ്കിൽ മറ്റൊരു പരിപാടിയിലേക്ക് നമ്മളൊക്കെ അറിയാം ശബ്ദം പോലും ഇല്ലാതെ മറ്റുള്ളവരെ എത്ര നേരം വേണമെങ്കിലും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് നല്ല നല്ല പിന്നെ വീഡിയോസും അതുപോലെ സിനിമയൊക്കെ ചെയ്തിട്ടുള്ള നല്ലൊരു പാട്ടുകാരനായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. അതിനെപ്പറ്റി ഒരു ചോദ്യം ഉണ്ടെന്ന് നോക്കി നോക്കൂ. ഉസ്നെ ജന്മ ലേലിയ ഇസ്കാ മത്ലബ് ക്യാ ഹെ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ജന്മമെടുത്തു, അവിടെ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അതിൻ്റെ ആൻസർ ടീച്ചർ ഇപ്പോൾ ഒന്ന് പറഞ്ഞു തരാം. ശ്രദ്ധിക്കുക, അടുത്ത ക്വസ്റ്റിൻ്റെ ആൻസറും കൂടെ ടീച്ചർ പറയാം. ഉസ്നെ ജന്മ ലേലിയ എന്നാണ് ഇവിടെ പറഞ്ഞത്. അവൻ ജന്മമെടുത്തു. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? 5 साल की चार्ली अक्सर माम के साथ തിയേറ്റർ ജാത്താത്ത. 5 വയസ്സായ ചാർലി ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ കൂടെ അങ്ങനെ പോവാറുണ്ടായിരുന്നു. അപ്പോൾ പർദ്ദയ്ക്ക് പിച്ചെ ഗഡേഹൊക്കെ സാരാ ദൃശ്യ ദേഖ്താത്ത. അങ്ങനെ ആ കർട്ടൻ്റെ പുറകിൽ നിന്ന് കുട്ടി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗൗരവമൊന്നും കുട്ടിക്ക് അറിയുന്നുണ്ടാവില്ല. പൈസ കിട്ടിയിട്ട് വേണം നമുക്ക് ജീവിക്കാൻ എന്നുള്ളതൊന്നും ചിന്തിക്കാനുള്ള ഒരു സമയം പ്രായമൊന്നും ആയില്ല. ഉസ് ദിൻ मम्मी की आवाज फट जाने, मम्मी मतलब माँ की आवाज टूट गया, पर पहली बार स्टेज पर गाना पड़ा. यही विश्व प्रसिद्ध शोमैन चार्ली चैप्लिन का जन्म था, इसलिए कहा है उसने जन्म ले लिया था. അതുകൊണ്ട് തന്നെ പറയുന്നത് വിശ്വപ്രസിദ്ധനായിട്ടുള്ള ചാർലി ചാപ്ലിൻ അവിടെ ജന്മം എടുത്തു എന്നുള്ളതാണ് പറയുന്നത്. അടുത്തത് നമുക്കൊരു റിപ്പോർട്ടാണ്, പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത്. എല്ലാ പരീക്ഷയ്ക്കും പബ്ലിക് എക്സാമിനൊക്കെ തന്നെ അത് ചോദിക്കാറുണ്ട്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. ടീച്ചറൂടെ വായിച്ചു തരാം. दुनिया के सबसे बड़ा शोमैन का वह पहला शो था. इस घटना पर एक रिपोर्ट तैयार करें. 5 साल का बेटा बन गया शोमैन. लंदन. यहाँ के अल्डरशॉट के एक थिएटर में छोटे बच्चे के शो ने कल सबके मन को खींच लिया है. उसका नाम है चार्ली. गाते वक्त अपनी मां की आवाज फटते देख मैनेजर ने उसे स्टेज पर भेज दिया. उसने वहां जैक जॉन्स का प्रसिद्ध गीत गाया, नक्कल उतारा, नाचा. सबके मन में उल्लास भर दिया. दर्शकों ने तालियां बजाई और तारीफ की. 5 साल का चार्ली अपने को बड़ा शोमैन साबित किया. ഇതിൻ്റെ അർത്ഥവും കൂടെ പറഞ്ഞു തരാം, ശ്രദ്ധിക്കുക. 5 വയസ്സ് 5 साल का बेटा बन गया शोमैन. എൻ്റെ ഹെഡിങ് നോക്കിയിരിക്കുക. 5 വയസ്സായ കുട്ടി ഒരു വലിയ കലാകാരൻ, ഷോമാനായിട്ട് അവിടെ മാറുന്നു. ലണ്ടൻ. അപ്പം നമ്മൾ ഈ റിപ്പോർട്ട് എഴുതുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ സ്ഥലത്തിൻ്റെ പേര് വേണം. അവിടെ പറയുന്നത് ലണ്ടനിലാണ് ഇവർ ജനിച്ചതും വളർന്നതും എല്ലാം. യഹാങ്കെ അൾഡർഷോട്ട് എന്ന് പറയുന്ന ഒരു, നമുക്ക് ഏത് വേണമെങ്കിലും പേരിടാം. എന്താണോ നമുക്ക് മനസ്സിൽ തോന്നുന്നത് ആ പേരൊക്കെ കൊടുക്കാം. ഒരു ഓഡിറ്റോറിയത്തിൻ്റെ പേര്. കേക്ക് തിയേറ്റർ മേ ചോട്ടെ ബച്ചേ, അങ്ങനെ തിയേറ്ററിലെ കുട്ടി. ഷോനെ കൽ, ഇന്നലെയാണ് അത് കഴിഞ്ഞത്. എന്താണ് നേ ചേർക്കുന്ന, നമുക്ക് പ്രയോഗം മനസ്സിലാക്കണം. ഭൂതകാലം. റിപ്പോർട്ടാകുമ്പോൾ ഇന്നലെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് എഴുതുന്നത്. സബ്കെ മൻകോ കീഞ്ചിലി, എല്ലാവരുടെ മനസ്സിനെ അവിടെ പിടിച്ചിരുത്തി എന്നാണ് പറയുന്നത്. ഉസ്കാ നാം ഹെ ചാർലി, ആ കുട്ടിയുടെ പേരാണ് ചാർലി. ഗാത്തെ വക്ത് അപ്നി മാം കി ആവാസ് ഫട്ടെ ദേക്ക് മാനേജറിനെ സ്റ്റേജ് പർ ഭേജ് ദിയ. അങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ സ്വരം പോയതുകൊണ്ട് മാനേജർ കുട്ടിയെ പിടിച്ചു കൊണ്ടുവരികയായിരുന്നു. ഉസ്നെ വഹാ ജാക്ക് ജോൺസ് കാ പ്രസിദ്ധ ഗീത് ഗായ, ആ കുട്ടി അവിടെ വന്ന് പ്രസിദ്ധമായ ജാക്ക് ജോൺസിൻ്റെ പാട്ടുപാടി. നക്കൽ ഉദാര, നക്കൽ ഉദാഹരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിമിക്രി, മോണാക്ട് എന്നൊക്കെ പറയുന്ന പോലെ അവരെ അനുകരിക്കുക. അവർ നാച്ച, അതുകൂടാതെ ഡാൻസും ചെയ്തു. സബ്കെ മൻമേ ഉല്ലാസ് ബർദിയ, എല്ലാവരുടെ മനസ്സിലും സന്തോഷം ഉല്ലാസം നിറച്ചു. ദർശകോനെ താലിയാം ബജായി, കാണികളെല്ലാവരും കൈയടിച്ച്. താരിഫ് കി, പ്രോത്സാഹനങ്ങളിലൂടെ കുട്ടിയെ പ്രോത്സാഹിപ്പിച്ചു. 5 साल का ചാർലി, 5 വയസ്സായ കുട്ടി അപ്നേക്കോ ബഡാ ഷോമാൻ സാബിത് കിയ, സ്വയം കുട്ടി തന്നെ വലിയൊരു ഷോമാനാണ് എന്നുള്ളത് അവിടെ തെളിയിച്ചു എന്നുള്ളതാണ് റിപ്പോർട്ടിലൂടെ പറയുന്നത്.
അപ്പോൾ നമുക്ക് ഈ റിപ്പോർട്ട് എല്ലാവരും തന്നെ വായിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, നോട്ടിലേക്ക് എഴുതിയെടുക്കുക. പിന്നെ അത് പഠിക്കുകയും വേണം. നല്ലോണം വായിച്ച് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ഒന്നും കൂടെ വീണ്ടും നോക്കി നോക്കുക. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ടുള്ളത് കൊണ്ട് തന്നെ പ്രയാസമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെ നമ്മുടെ ഈ പാഠം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.